വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിനെ ചുറ്റും കൂടി. അവൻ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യം അനുസരിച്ച് ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഒട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങൾ അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയര് നിയമജ്ഞനവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യാ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയും മാതാവിനെയും ദുഷിച്ചു പറയുന്നു മരിക്കട്ടെ എന്നും മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാടാണെന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. യഹൂദ സമുദായം ശുദ്ധീകരണ കർമ്മങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിരുന്നു. പൈശാചിക ശക്തികളുടെ പ്രവർത്തനത്തിന് വിധേയമായ വസ്തുക്കളെയോ അശുദ്ധ മൃഗങ്ങളായി അവർ കരുതിയിരുന്നു. മൃഗങ്ങളെയോ സമീപിക്കുന്ന മനുഷ്യനും അശുദ്ധനായിത്തീരുന്നു എന്നും ക്ഷാളനങ്ങൾ വഴി ശുദ്ധി വരുത്താമെന്നും അവർ കരുതിയിരുന്നു. ക്ഷാളനകർമ്മം പൂർവിക പാരമ്പര്യമായി അവർ പാലിച്ചു വന്നു. പൂർവികരുടെ പാരമ്പര്യങ്ങൾ മനുഷ്യനെ ദൈവവുമായുള്ള സഹവാസത്തിന് പ്രാപ്തനാക്കുമെന്ന് അവർ വിശ്വസിച്ചു. പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്നു. മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എങ്ങനെയെന്ന് ഉദാഹരണ സഹിതം ഈശോ സമർത്ഥിക്കുന്നു. ബാഹ്യമായുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴി ദൈവവുമായുള്ള സഹവാസം നിലനിർത്തിക്കൊണ്ടു പോവുക സാധ്യമല്ല. മനുഷ്യരുടെ പാരമ്പര്യം മുറുകെ പിടിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ ദൈവവചനം നിരർത്ഥകമായിത്തീരുന്നു. ദൈവകൽപ്പനകൾ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നു. ദുഷ്ടഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടുന്നു. തിന്മയെ വെറുത്ത് നന്മ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക അസാധ്യമായിത്തീരുന്നു. ദൈവികത്വം മനുഷ്യത്വം ഇവർ രണ്ടും മനുഷ്യ ജീവിതത്തിൽ നിന്ന് അന്യമായി പോകുന്നു. ഇങ്ങനെ എന്തെല്ലാം ഈശോ തന്റെ സഹവാസത്തിലേക്ക് വിളിക്കുന്നവർക്ക് രക്ഷപ്രദാനം ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കുള്ള ഗർത്തം ഇല്ലാതാകുന്നു. വിളിക്കപ്പെടുന്നവർ ദൈവത്തോടൊത്ത് വസിക്കുന്നു. പാരമ്പര്യങ്ങൾ ദൈവസഹവാസം സാധ്യമാക്കുന്നില്ല. ശുദ്ധമായി തീർക്കാനുള്ള ഹൃദയമാണെന്നും സൃഷ്ടവസ്തുക്കളെല്ലാം ദൈവത്തിൽ നിന്നുള്ളവയാകിയാൽ നല്ലവയാണ് എന്നും ഈശോ സമർത്ഥിക്കുന്നു.